ഹലോ ഹായ് നമസ്കാരം. ലിയാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമ്പൂരി അമ്പൂരി എന്നുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ ബാല്യകാല സുഹൃത്തും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട രജി കുര്യൻ രജിയളിയൻ ഇപ്പൊ സൗദിയിൽ നിന്ന് ചാടിയപ്പം അളിയനെയും പൊക്കിക്കൊണ്ട് അളിയന്റെ വൈഫ് ഹൗസിന്റെ ഏരിയ ആണ് ഇതെല്ലാം. അപ്പൊ നമ്മളിന്ന് കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കി ഇങ്ങോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ അമ്പൂരിയിലെ ഈ സ്ഥലം കറക്റ്റ് എവിടെ ഉള്ളത്? കുമ്പിച്ചൽ എന്ന് പറയുന്ന സ്ഥലമാണ്. കുമ്പിച്ചൽ അല്ലേ? അവിടെ നമ്മൾ കടവിൽ നിന്നാണ് ഈ വള്ളത്തിൽ ഞാനും അളിയനും കൂടെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല മൊബൈൽ വേണ്ട, നല്ല മൊബൈലുണ്ട്. നല്ല ചുവന്ന തുടുത്തിരിക്കണല്ലോ നീ. നമ്മൾ എവിടെ സമയത്തിന് കിട്ടൂടാ. എവനെ കിട്ടിയപ്പോ നമ്മൾ വണ്ടി കേട്ട് ചുമ്മാ നെയ്യാർ ഡാമിലൊക്കെ ഒരു കറക്കം കറങ്ങിട്ട് തിരിച്ചു വരാന്ന് വിചാരിച്ചു. അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും. വരാൻ പറ്റില്ല, അതെ, വെള്ളത്തിൽ പോയാണ് പെണ്ണ് കിട്ടിയത്. മറ്റേ വടക്കം പോയാലോ മമ്മൂട്ടി പോയാലോ. പഴയ കഥ പറയാം. ഇതിന്റെ കൂട്ടത്തെ എന്തി കയറിയാണ് പോയത്. എന്റെ കല്യാണത്തിനപ്പുറം പരിപാടി യാതൊരു തട്ടി തന്നെ 20 കിലോമീറ്റർ കറങ്ങി വരാൻ പറ്റും. ഫോണിൽ പറഞ്ഞപ്പോഴേ അതറിയണം. ഫോണിനോട് വലിയ പെട്ടോട്ടി. നിന്റെ ഭാര്യ വീട്ടിൽ പോണെന്ന് പറഞ്ഞു. ഭാര്യ വീട്ടിൽ പോകാൻ സമ്മതിക്കൂലേ? ഞാൻ പാതിരാത്രിയിൽ ഇവിടുന്ന് നീന്തി പോയിട്ടുള്ള ആളാണ്. ഒരു ടൂറിസം പ്രോജക്റ്റ് അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ അവിടെ? അല്ലെ ഭാര്യ വീട് എവിടെയല്ലേ? അതാണ് ആണ് വർഷങ്ങൾക്ക് ശേഷം വരെയാണ്. ദീപ് ഇറങ്ങിട്ടാണ് പോവാ നമുക്ക്. ഞാൻ അവളെ കൊണ്ട് വരാൻ പിന്നെ ഇനിയിപ്പം നീ വന്ന് ഇറങ്ങിട്ട് വരാൻ പോകും. നിസ്സാര പരിപാടിയല്ല. നമ്മളൊരു ദ്വീപ്, ഈ കാണുന്ന ഒരു ദ്വീപാണല്ലേ. ഈ ദ്വീപ് ചുറ്റി നമ്മൾ തിരിച്ചു വരും. അപ്പൊ നല്ല പ്രകൃതിദത്തമായ ഒരു സ്ഥലമാണ്. പ്രകൃതി ഭംഗി കൊണ്ട് ഒന്നും പറയാനില്ല. നെയ്യാർ ഡാമിന്റെ ഇതല്ലേ ഇത്? നെയ്യാർ ഡാമാണ്.
ഈ കാണുന്ന പാലം പുതിയ പാലമാണ്. ഈ കടത്തിന് പകരമായി വരുന്ന വലിയ പാലമാണ്. ഇതൊരു 2 മാസത്തിനകം ഈ പാലം ഉദ്ഘാടനം കഴിഞ്ഞാൽ ഈ ഏരിയ വലിയ വികസനത്തിന്റെ പ്രതീക്ഷയിലാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പിറകിൽ കാണുന്ന ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം അല്ലേ, കുരിശുമല എന്ന് പറയുന്ന സ്ഥലം. ആ മലയാണ് ആ കാണുന്ന ഹൈറ്റിൽ കാണുന്ന സ്ഥലം. നമ്മുടെ പുറകോശത്ത് കാണുന്ന ആ മല അതാണ് കുരിശുമല. അതല്ല, രജികളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതിന് വാക്കൻസി കൊടുത്തതാണ്, നടന്നില്ല. അതാണ് കൊല്ലി പോയത്. ഇവിടെ കടത്തൊക്കെ നോക്കി നിൽക്കാണ്ട് വിചാരിച്ചത്, നടന്നില്ല. അന്ന് ഇതില് കർശനമായിട്ട് പിടിച്ചത് നല്ലതായി. അതുകൊണ്ട് സൗദിക്ക് നമുക്ക് ഒരാളിനെ കിട്ടി. പാലത്തിന്റെ മുകളിലേക്ക് ഷട്ടിയിൽ ലേറ്റ് അടിച്ച് തിരിച്ചു നമ്മളെ ഫ്ലാഷ് അടിച്ച്. ഫ്രെയിമിൽ പിടിക്കാൻ വേണ്ടി നോക്കാം. ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ അമ്മച്ചി. അപ്പൊ നമ്മളെ ഇന്നത്തെ യാത്ര, നെയ്യാറിന്റെ തീരത്തോടുള്ള ഇന്നത്തെ യാത്ര അവസാനിക്കണം. നമ്മൾ അമ്പൂരിയിൽ അളിയന്റെ വൈഫ് ഹൗസിലൊക്കെ പോയി. വൈഫ് ഹൗസിൽ പോയില്ല, അതിന് മുന്നേ നമ്മൾ തിരിച്ചു വന്നില്ലേ. അങ്ങോട്ട് പോകാനുള്ള ഒരു സമയം കിട്ടിയില്ല. അവനെ ഞങ്ങൾ തിരിച്ച് നെയ്യാറിന്റെ തീരത്തോടെ യാത്ര കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡ് ഇവിടെ ഇരിപ്പുണ്ട്. നല്ല ഞണ്ട് റോസ്റ്റും, നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ഞണ്ട് റോസ്റ്റും നമ്മുടെ വിന്റേജിലെ സ്വന്തം പൊറോട്ടയും ഒക്കെ ഇവിടെ റെഡിയാണ്. എനിക്ക് കഴിക്കാൻ പറ്റില്ല, നോമ്പാണ്. നോമ്പ് കുറിക്കാനുള്ള സമയം ആവുന്നേ ഉള്ളൂ. അതിന് മുന്നേ ഇപ്പം ലേറ്റ് പോകുന്നുള്ളതുകൊണ്ട് ഇവർ കഴിക്കുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ എടുക്കുന്നതാണ്. എല്ലാവർക്കും നമ്മുടെ ഫുഡ് കഴിക്കുന്ന രംഗം ഇല്ലേ? യെസ്, കമാൺ.
നല്ല ഫുഡ് ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്. കൈയൊക്കെ കഴുകിയിട്ട് ഇങ്ങോട്ട് ഞാൻ എടുക്കാം. പിന്നെ നമ്മളെ ഫിഷിംഗ് ബ്ലോഗ് ഉടനെ വരണുണ്ട്. അപ്പോഴാണ് സെറ്റാക്കാം. ഉടനെ ഉണ്ട് ഫിഷിങ്. നമ്മൾ ഇവിടെ വന്ന് മീൻ പിടിക്കും. ഇവിടെ വന്ന് മീൻ പിടിച്ച് ഇവിടെ ആയിട്ട് എന്നെ ചുടും. അവർ അതുകൊണ്ട് അതിരിക്കും പോലെ നമ്മള് നമ്മുടെ തേക്കലില് നല്ല നല്ല മീനുകളുണ്ട്. വളർത്ത് മീനുകളും ആൾക്കാർ ഇട്ടിട്ടുണ്ട്. ശരി. ഇപ്പൊ ചിങ്ങണ്ണി ഉണ്ടല്ലേ അവിടെ? ചീങ്കണ്ണി ഇപ്പൊ ഇല്ല. നല്ല പേര് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല നമ്മുടെ നാട്ടിന്റെ മാറുന്ന കാലാവസ്ഥ പറയാതിരിക്കുമ്പോൾ ഇത്രയും അടുത്ത് നിന്നിട്ടും വേർപ്പല്ലോ. ഞാൻ സൗദിയിൽ നിന്ന് വന്നാലേ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. ഡോൺ വറി. സൗദിയിലാണെങ്കിൽ പൊടിക്കാറ്റെങ്കിലും കളിക്കും അല്ലേ? ഇവിടെ അതുമില്ല. ഈ ഫൈൻ എടുക്കുമ്പോൾ ഈ 2 പുറത്തൊക്കെ മാറ്റണം. എന്നിട്ട് ഏറെ മാത്രം എടുത്താൽ അതായത് രുചി നിർത്തിന്നാ പറഞ്ഞത്. എനിക്ക് പഴയ പോളിംഗ് ഇല്ല ഇപ്പം അല്ലേ? ആഹാരം കുറച്ച് ഡയറ്റിങ്ങിലാണ് ഇപ്പം. ഡയറ്റിങ് മാത്രമല്ല, നമ്മളെ നാടൻ ഫുഡിനെ കുറിച്ചുള്ള അടുത്ത് ചോറ്, അവിയൽ, സാമ്പാർ അതുകൊണ്ടൊക്കെ അങ്ങോട്ട് വരുമ്പോഴേ ഇവിടെ നമ്മളിങ്ങനെയുള്ള കാരണങ്ങൾ കഴിച്ച് മടുത്തിട്ടാണല്ലോ പറഞ്ഞത്. പക്ഷേ ഞണ്ട് കറി ഇത്ര പ്രാവശ്യമായിട്ട് നീ ഇപ്പൊ സൗദിയിൽ നിന്ന് എടുത്തും കഴിച്ചിട്ടുണ്ടോ? ഇല്ല, സൂപ്പറായിട്ട് ഇല്ല. അതാണ് പറയാതിരിക്കാൻ പറ്റും. ഇവിടെ കിട്ടാ എന്തിന് ടേസ്റ്റ് ഇല്ല. ഇത് നല്ല പൊന്നുള്ള ഞണ്ടായിരുന്നു. പൊന്നുള്ള ഞണ്ട്. പൊന്നില്ല, കണ്ണൻ ഞണ്ടെന്ന് പറയും. തന്നെ അതിനകത്ത് ഒരു റെഡ് മഞ്ഞ കളർ സാധനം ഉണ്ട്. ഞാൻ പൊന്നെന്നാണ്. പൊന്നുള്ള ഭയങ്കര ടേസ്റ്റ് എന്നാണ് പറയുന്നത്. കണ്ണൻ ഞണ്ടെന്ന് പറയും. പറഞ്ഞേ അതും കൂടെ ഇട്ട് കറിയിൽ വയ്ക്കണം, എന്നാലേ ടേസ്റ്റ് വരുള്ളൂ. അത് അതിന്റെ നെയ്യായിരിക്കും. ഞങ്ങള് മടങ്ങിയാണ് ഇവിടുന്ന്. യാത്രയാണ്. ഇനി നമുക്ക് ഈ ഒരു ഫോറസ്റ്റിന്റെ ഒരു ഏരിയ ഉണ്ട്. ഇത് ക്രോസ് ചെയ്താലേ നമുക്ക് മെയിൻ റോഡിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മുടെ കിതപ്പ് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നമ്മൾ നടന്നിഞ്ഞ് കയറി വന്നപ്പം ഭയങ്കര ക്ഷീണം. അപ്പോൾ നമ്മൾ ഇനി നോമ്പ് കുറിക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര അവസാനിക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും പുതിയ ഒരു വീഡിയോ ആയിട്ട് ലിയാസ് കിച്ചണിലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ. അയ്യോ, ആന! നമ്മൾ കയറി വന്നപ്പോ ഒരു ആന.